ഹായ് മക്കളെ, അപ്പോൾ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ തേർഡ് ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് എന്നതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പറയാൻ പോകുന്നത്. കെമിക്കൽ ബോണ്ടിങ് നമ്മുടെ മോളിക്യൂൾസിനുള്ളിലുള്ള ആറ്റങ്ങളെ തമ്മിൽ പരസ്പരം കമ്പൈൻ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെന്ത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ആ കെമിക്കൽ ബോണ്ടിങ് രണ്ട് തരമുണ്ട്, അയോണിക് ബോണ്ടിങ്ങും അതേപോലെ തന്നെ കോവലന്റ് ബോണ്ടിങ്ങും. അയോണിക് ബോണ്ടിങ് അഥവാ അയോണിക ബന്ധനം, കോവലന്റ് ബോണ്ടിങ് അഥവാ സഹസംയോജക ബന്ധനം. ഇതിലെ അയോണിക് ബന്ധനമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പോകുന്നത് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ ആണ്. ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. നമുക്ക് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ അറിയാം അല്ലെ, എന്താണ്? 11 ആണ്. ഇതാ വന്നല്ലോ. സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281. ഇനിയിപ്പോ ക്ലോറിന്റെ വരും 287. ഓൾറെഡി ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആറ്റങ്ങളുടെ സ്റ്റെബിലിറ്റിനെ കുറിച്ച്. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഒക്ടറ്റ് ആവുന്ന കണ്ടീഷനിലാണ് ആറ്റങ്ങൾ എന്താവുന്നത്, സ്റ്റേബിൾ ആവുന്നത്. ഇപ്പൊ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അല്ല ഉള്ളത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒക്ടറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും. എന്താ ചെയ്യാന്ന് അറിയോ? സോഡിയം ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കും. അപ്പോൾ എൻഎയുടെ കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയാൽ, എൻഎ 11 ആണ്, 281 എന്ന് വന്നു. ക്ലോറിന്റെ 17 ആണ് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? 287 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ എന്ത് ചെയ്യും? സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കും. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്ക് നോർമലി പോസിറ്റീവ് ചാർജ് ലഭിക്കും. ധാരാളം കൊടുക്കുമ്പോൾ പുണ്യം കിട്ടും. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്ന എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ആളായിട്ട് മാറും. എങ്ങനെ? ഒരു ഇലക്ട്രോണെ കൊടുത്തത് കൊണ്ട്, അതുകൊണ്ട് Na+ കിട്ടി. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള ഇയാളെ വിളിക്കുന്ന പേര് അയോൺ എന്നാണ് പറയുക. ഇത് സോഡിയത്തിന്റെ അയോൺ ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,8 എന്ന് വരും. അതേസമയം ക്ലോറിൻ എന്താ ചെയ്തത്? സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പോൾ അയാൾ വാങ്ങിച്ചത് കൊണ്ട് നെഗറ്റീവ് ചാർജ് ലഭിച്ചു. ഇയാളും എന്താണ്? അയോൺ ആണ്. ഇത് ക്ലോറിന്റെ അയോൺ ആണ്. അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2,8,8 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാ വന്നോട്ടെ. ആറ്റംസ് വിച്ച് ഡൊണേറ്റ് ദ ഇലക്ട്രോൺ ഗെറ്റ് പോസിറ്റീവ് ചാർജ്. അതാണ് സോഡിയത്തിന് കിട്ടിയത്. ഇലക്ട്രോൺ കൊടുത്തപ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടി. അതേസമയം ആറ്റം വിച്ച് അക്സെപ്റ്റ് ദ ഇലക്ട്രോൺ ഗെറ്റ് നെഗറ്റീവ് ചാർജ്. ആരാണ് ഇലക്ട്രോണെ വാങ്ങിച്ച ആള്? ക്ലോറിൻ. അതുകൊണ്ട് ക്ലോറിൻ എന്ത് കിട്ടി? നെഗറ്റീവ് ചാർജ് ലഭിച്ചു. ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം. അയോണിക് ബോണ്ട് എന്താണെന്ന് മനസ്സിലായി അല്ലെ. സോഡിയത്തിന്റെയും ക്ലോറിന്റെ കേസിൽ സോഡിയവും ക്ലോറിനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നോക്കിയേ, അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. നമ്മൾ കണ്ട കാര്യമാണ് അല്ലെ. ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണെന്ത്? അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ Na+ ആയി ഇലക്ട്രോണെ കൊടുത്തപ്പോൾ, ക്ലോറിൻ -ആയി ഇലക്ട്രോണെ വാങ്ങിച്ചപ്പോൾ, ഈ പ്ലസും മൈനസും തമ്മിൽ എന്തുണ്ടായിരിക്കും? എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതിനെ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ. In an ionic bond, the ions are held together by electrostatic force of attraction between the oppositely charged ions. ഇവിടെ ആരാണ്? Na+ഉം Cl- ആണ്. ഇവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ബോണ്ട് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തത്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ഓക്കെ, ദെൻ നമുക്ക് ഈ പറഞ്ഞ NaClന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ നമുക്ക് വേറൊരു തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയും. ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഇപ്പോൾ NaClന്റെ കേസിൽ Na എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 281 വരുന്നത് അല്ലേ. അതേപോലെ ക്ലോറിൻ ആണെങ്കിൽ എന്ത് വരും? 287 എന്ന് വരും. ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ Na എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പിൾ ഞാൻ ഇവിടെ എഴുതി. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ആ ഒരു ഇലക്ട്രോണെ ഞാൻ എന്ത് ചെയ്തു? ഒരു ഡോട്ടായി റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അതേപോലെ ക്ലോറിനെ ഞാൻ എന്ത് ചെയ്തു? Cl എന്ന് എഴുതി. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 7 ഞാൻ റെപ്രസെന്റ് ചെയ്യാണ് ഡോട്ടുകളായിട്ട്. 1 2 3 4 5 6 7 പേരണം വന്നു. ഇനി എന്താ ചെയ്യുന്നത്? ഈ Naയും Clയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം, ഈ Naയിലെ ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? ക്ലോറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എണ്ണയുടെ മുകളിൽ എന്തില്ല, ഇലക്ട്രോൺ ഇല്ലാണ്ട് വരും. കൊടുത്തതുകൊണ്ട് സോഡിയത്തിന് എന്ത് കിട്ടും, പോസിറ്റീവ് ചാർജ് കിട്ടി. അപ്പോൾ Na+ ആയിട്ട് മാറി. അതേസമയം Cl എന്താ ചെയ്തത്, ക്ലോറിൻ എന്ത് ചെയ്തു, ഇലക്ട്രോണിനെ വാങ്ങിക്കല്ലേ ചെയ്തേ. വാങ്ങിച്ചപ്പോൾ എന്തായിട്ട് മാറി, 7 പകരം 8 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ 8 റെപ്രസെന്റ് ചെയ്യാണ് ഡോട്ടുകളായിട്ട്. 1 2 3 4 5 6 7 8 വാങ്ങിച്ചതുകൊണ്ട് മൈനസ് ചാർജ് കിട്ടും. ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. വന്നോട്ടെ, ഇതാ വരുന്നു, കണ്ടോ, NaClന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. ഇങ്ങനെ വരയ്ക്കാൻ പഠിക്കണം, എക്സാമിന് എന്തായാലും ചോദിക്കും. കണ്ടോ, എണ്ണയുടെ ഔട്ടർ മോഷനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിനെ Cl കൊടുത്തു. അപ്പോൾ Nക്ക് എന്ത് കിട്ടി, പ്ലസ് കിട്ടി, Cl എന്ത് കിട്ടി, മൈനസ് കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടുകൾ അയോൺസ് തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. അവയെ വിളിക്കുന്ന പേരാണെന്ത്, അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ അയോണിക് ബോണ്ട് ആർ കോൾഡ് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക ബന്ധം മൂലമുണ്ടാകുന്ന സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, അയോണിക സംയുക്തങ്ങൾ. ഓക്കെ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതാണ് ഫോർമേഷൻ ഓഫ് MgO. ഓക്കെ, വന്നോട്ടെ, Mg ഇതാ വരുന്നു. നെക്സ്റ്റ് എന്ത് വരും, ഇവിടെ ഓക്സിജൻ വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പൊ Mgയുടെ കേസിൽ നമുക്കറിയാം ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്, 12 ആണ് വരുന്നത് അല്ലേ. 12 വരുമ്പോൾ എങ്ങനെ എഴുതാം, 2 8 2 എന്ന് വരും. ഓക്സിജന്റെ കേസിൽ 8 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ 2 6 എന്ന് വരും, 2 6. ഇവരുടെ കേസിൽ ഇത് രണ്ടും എന്തല്ല, സ്റ്റേബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസിനെ Mg ഓക്സിജന് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ Mg എന്തായിട്ട് മാറും, പോസിറ്റീവ് ചാർജ് ഉള്ള അയോണായിട്ട് മാറും. എങ്ങനെയാ വരുന്നത്, അപ്പോൾ 2 8 എന്നാകും. ഓക്സിജൻ എന്ത് ചെയ്തു, ആ 2 ഇലക്ട്രോൺ വാങ്ങിക്കുമല്ലോ, ഓക്സിജൻ എന്തായിട്ട് മാറും, മൈനസ് ചാർജുള്ള അയോണായിട്ട് മാറും. ഇത് പോസിറ്റീവ് ചാർജുള്ള അയോണും ഇത് മൈനസ് ചാർജുള്ള അയോണായിട്ട് മാറും. അപ്പോൾ എങ്ങനെ വരും, 2 8 എന്ന് വരും. കാരണം 6ന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 8 ആയിട്ട് മാറും. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് വരും, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. നമുക്കിതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം കാണാം. ഓർമ്മയുണ്ടല്ലോ എന്താണെന്നുള്ളത്, ഇതാ വരുന്നു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം. കണ്ട, Mg അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ വി റെപ്രസെന്റഡ് 2 ഇലക്ട്രോൺസ് ആസ് 2 ഡോട്ട്സ്. ഓക്കെ, 2 ഡോട്ടുകൾ. ദെൻ ഓക്സിജൻ 6 എണ്ണം, 1 2 3 4 5 6. MgO ഫോം ചെയ്യുമ്പോൾ സംഭവിച്ചു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണിനെ ഓക്സിജന് കൊടുത്തു. അപ്പോൾ Mgയുടെ മുകളിൽ എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല, ഡോട്ടില്ല. ഓക്സിജൻ എന്തായിട്ട് മാറി, 8 ആയിട്ട് മാറി. 1 2 3 4 5 6 7 8. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, Mgയുടെ ഫോർമേഷന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കിനി ഈ അയോണിക് കോമ്പൗണ്ടുകളുടെ സ്വഭാവ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. Ionic compounds are generally soluble in water. എക്സാമ്പിൾ NaCl പറഞ്ഞല്ലോ അല്ലേ, NaCl വെള്ളത്തിലിട്ടാ അലിഞ്ഞു പോയില്ലേ. അതാണ് ഫസ്റ്റ് ക്യാരക്ടർ പഠിക്കാനുള്ളത് കേട്ടോ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് വരുന്നു, ദേ ആർ നോൺ വോളട്ടൈൽ ആൻഡ് ഹാർഡ്. ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയും കാഠിന്യമുള്ളതുമാണ്. മൂന്നാമത്തെ, ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇവ ഖരാവസ്ഥയിൽ ക്രിസ്റ്റൽ ഫോമിൽ കാണപ്പെടുന്നു. അടുത്തത്, ജനറലി ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അവർക്ക് ഉയർന്ന ദ്രവണാങ്കവും അതേപോലെ തന്നെ ഉയർന്ന തിളനിലയും ഉണ്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, അവർ നോർമൽ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. പക്ഷേ മോൾട്ടൺ സ്റ്റേറ്റിലോ ഉരുകിയ അവസ്ഥയിലോ അതല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ, അതായത് ജലീയ ലായനി എന്ന് പറയും, വെള്ളത്തിലിട്ട് കലക്കുകയാണെങ്കിൽ ആ അവസ്ഥയിലോ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.